പൊളിറ്റിക്സ് ആണ് നമ്മുടെ ജീവിതത്തിനെല്ലാം നിർണ്ണയിക്കുന്നത്. എന്ത് കമ്പ്യൂട്ടറെ പറ്റി അല്ലെങ്കിൽ ITA എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരല്ലേ എന്നുള്ള നെറേറ്റീവ് ഉണ്ട്. ഒന്ന് മുഖ്യമന്ത്രി നായനാരാണ്, അദ്ദേഹത്തോട് പറഞ്ഞു എന്തോടോ വെബ്സൈറ്റ് ഇതാണ്. അതിന് അവരൊക്കെ സമ്മതിക്കും, അമേരിക്കക്കാരൊക്കെ ഇതൊക്കെ സമ്മതിക്കും. ഇത് അവരുടെ തന്നെ നിയന്ത്രണത്തിൽ 1997-98 ഈ വെബ്സൈറ്റ് തന്നെ കൊണ്ടുവരികയുണ്ട്. സത്യം ചെരുപ്പ് അന്വേഷിക്കുമ്പോഴേക്കും നോണ ലോകം ചുറ്റി. ഇപ്പോഴത്തെ നോണ എന്ന് പറഞ്ഞൊരു മര്യാദ ഇല്ലാത്ത നോണ പോണ വഴിക്കൊക്കെ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും. പോണം നുണയല്ല തിരിച്ചു വരും. ഒരു 10,000 നുണകളായിട്ട് വരും. നമ്മൾക്ക് സിമ്പിളായിട്ട് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്താണെന്ന് പറഞ്ഞുതരും. ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ അപ്പോൾ വലിച്ചൊക്കെ നീട്ട് സൗണ്ട്. അപ്പോൾ എനിക്ക് ഇയാൾ എന്തോന്ന് പറയണേ എന്തോ. സാർ ഫാമിലിയെ കുറിച്ച് അങ്ങനെ ഒരുപാട് എവിടെയും പറഞ്ഞങ്ങനെ കേട്ടിട്ടില്ല. പലരും തന്നെ എൻ്റെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മക്കൾ പറയാം ഇന്ന് പാത്രമൊന്നും കഴുകിയിട്ടില്ലെന്ന്, ബേബി പാത്രം കഴിയുന്ന ജനസിക്ക് രാഷ്ട്രീയമുണ്ട്. അവര് നമുക്ക് പരിചിതമായ രാഷ്ട്രീയ പ്രവർത്തന രീതികളോട് അത്ര ആഭിമുഖ്യം ഉണ്ടാവണമെന്നില്ല. സാർ ഇപ്പോൾ ഈ 10 വർഷത്തെ ഭരണത്തില് സാറിന് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ എന്തായിരിക്കും സാർ? ഒന്നാമതായി നിങ്ങൾക്ക് പ്രശ്നം 5ാമത്തെ വർഷമാകുമ്പോൾ ഈ ടെൻഷനില്ല. നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ എന്ന് വെച്ചിരിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ ചിരിക്കുക, ഗൗരവത്തിലിരിക്കണം. അപ്പൊ നമ്മൾ പതുക്കെ റിമോട്ട് എടുത്തിട്ട് ഒന്നാം പറഞ്ഞ് നിങ്ങൾ ചിരിക്കാൻ തുടങ്ങും. ഇവന് പെണ്ണ് പോലെയല്ല സാർ, ഞങ്ങൾ പെണ്ണിനെ വേണേ കൊടുത്തു. ഇനിയൊരു തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ ഗുണം ചെയ്യും? ഇനി പുതിയൊരാൾ വന്ന് ന്യൂട്രലാക്കി വീണ്ടും എൻജിൻ ഓയിൽ നോക്കി ടയർ നോക്കി ഒക്കെ അവർക്ക് മുമ്പിൽ 2-3 കൊല്ലം കഴിയും. അപ്പൊ നമ്മളുടെ ഇതേ ഗവൺമെന്റ് തന്നെ കണ്ടിന്യൂറ്റി നേരെ പതുക്കെ അടുത്ത ഗിയറിലേക്ക് മാറ്റാം. ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം കല്യാണം, മരണം, മാമോദീസ, പേരിടൽ, ഇതിലെല്ലാം ഉണ്ടാവുക. ആളുകൾക്ക് സന്തോഷമാണ്. ഹോസ്പിറ്റലിൽ കിടന്നാലും മോഹൻലാലിന് ഉത്കണ്ഠയില്ല. ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള നടൻ അങ്ങനെയൊക്കെ ഉണ്ട് സാർ? അങ്ങനെയൊക്കെ പറഞ്ഞ അപകടത്തിൽ സോഷ്യൽ മീഡിയക്ക് ഒത്തിരി സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അതിന് കുറെ അപകടങ്ങളുണ്ട്. കേരളത്തിലൊരു MLA വെടിവെച്ച് കൊന്നു, ഒരു MLA കൊലപ്പെടുത്തി. ആ കൊല്ലപ്പെട്ട MLA കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉയർന്ന നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഴിക്കൊണ്ട രാഘവനാണ്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു MLA രാജിവെച്ച് ഇടതുപക്ഷത്തിൽ ചേർന്നു തൃശ്ശൂർ. അദ്ദേഹത്തെ വെടിവെച്ചാൽ കൊന്നത്.